ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. രാവിലത്തെ ജോലിയൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞോ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാനൊരു സാധനം വാങ്ങിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെന്ന് വെച്ചത്, വേറൊന്നുമല്ല, ഒരു എയർ ഫ്രയറാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ടിപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അന്നേരം ഞാനതൊന്ന് കിടണമെന്ന് വിചാരിച്ചിട്ട് എന്തോ കാര്യങ്ങളായിട്ട് നടന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ കുക്ക് ചെയ്തപ്പോൾ, ഫ്രൈ ചെയ്തപ്പം ഇടണമെന്ന് വിചാരിച്ചു, അതൊന്നും നടന്നില്ല. എന്നാൽ ഇന്ന് എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ കുക്ക് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇല്ലാത്തവർക്കാട്ടോ, വീട്ടിലില്ലാത്തവർ മേടിക്കാൻ ഇനിയിപ്പം എന്നെപ്പോലെ മടി പിടിച്ചു. കാരണം ഞാൻ ഇത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതിനകത്തെ പരിപാടികൾ എങ്ങനെയാണ് ഇത് ചെയ്യണേന്നൊരു അറിയില്ലായ്മയുണ്ടായിരുന്നു. പക്ഷെ അന്നേരം പറഞ്ഞത് ഈസിയാണ്, ഹസ്ബൻഡ് പറഞ്ഞു ഈസിയാണ്, അതൊന്നും അറിയാനില്ല, അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ വാങ്ങിച്ചു, വെച്ച് നോക്കിയപ്പം കറക്റ്റാണ് കേട്ടോ, വളരെ ഈസിയാണ്. ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്, ഫിഷ് ആണേലും ചിക്കൻ ആണേലും എല്ലാത്തിൻ്റെയും നമുക്ക് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഏതാണോ കുക്ക് ചെയ്യുന്നത് അത് വെച്ചിട്ട് അതിൻ്റെ സമയം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് വേറെ ഒന്നും അറിയാനുണ്ട്, സമയമായി കഴിയുമ്പോൾ അതിൽ നിന്നൊരു ബെല്ലടിക്കും. അപ്പോൾ അത് ഓക്കെ ആവും. അങ്ങനെയാണ്. അപ്പം ചോറ് കൊണ്ടുപോകാനുള്ള കുട്ടികൾ ഇല്ലേ, ജോലിക്ക് പോകുന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇതിനകത്ത് വെക്കാനുള്ള, ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇത് റെഡി ആവും കേട്ടോ. അപ്പം ഇതാണേ കാണിച്ചത് കേട്ടോ. ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ തട്ടയിൽ, ഈ ട്രേയിലേക്കാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. ചിക്കൻ ആയാലും ഫിഷ് ആയാലും എന്തായാലും വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് വലിയ പീസാണെങ്കിൽ നമുക്ക്, വലിയ പീസുകളൊക്കെ ആണെങ്കിൽ ഒരു 4-5 6 വെക്കാം കേട്ടോ. അല്ലാതെ ഇടത്തരം ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ നമുക്ക് നിറയെ വെക്കാവേ. എന്നിട്ട് നമ്മളിത് കയറ്റിയെന്ന് അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് വെച്ച് അങ്ങോട്ട് പ്രസ് ചെയ്താൽ കയറിയിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചു. അപ്പം നന്നുകുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ചിക്കനോ ഫിഷോ ഒക്കെ ഫ്രൈ ചെയ്യണേ നമുക്ക് എളുപ്പത്തിൽ നടക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, വലിയ ഓയിലൊന്നും ഇതിനകത്ത് വേണ്ട. ഇപ്പോൾ ഒട്ടും ഓയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഒത്തിരി നല്ലതാണിത്. കാരണം നമ്മൾ നമ്മൾ ഇതെല്ലാം അരപ്പൊക്കെ തിരുമ്മി വെച്ച് സാധനം അങ്ങോട്ട് എടുത്ത് വെച്ച് ഫ്രൈ ആക്കി ആ സമയത്തിനനുസരിച്ച് എടുത്തേച്ചാൽ മതി. അതല്ല, കുറച്ച് ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിഷ്ടമെങ്കിൽ നമ്മളത് കുറച്ച് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നും കുറച്ച് സമയം കുറച്ചിട്ട് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം കഴിയുമ്പോൾ ഇതെടുത്തിട്ട് ഇച്ചിരി ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് നന്നായിട്ട് പിന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ രണ്ട് തരത്തിൽ ഞങ്ങൾ ചെയ്ത് നോക്കിയത്, അതായത് ഓയിലില്ലാതെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുമുള്ള 2 രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തേ. അത് രണ്ടും നല്ലതായിരുന്നു. ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, എല്ലാം നല്ലതാണ്. നന്നായിട്ട് മൊരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വാങ്ങിച്ചോ, വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഗസ്റ്റുകൾ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മീനോ എന്തായാലും ഫ്രൈ ചെയ്യാനുള്ളത് ഏതായിട്ടാണെങ്കിലും നമുക്ക് വെക്കുക, സമയം സെറ്റ് ചെയ്യുക, ബാക്കി കറികളും ചോറും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈ ഐറ്റംസ് റെഡി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.